ഹായ് ഫ്രണ്ട്സ്, DreamNest RVയുടെ മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ലാലുവേട്ടന് കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ള എന്തോ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഞങ്ങളത് പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള അമ്പലം, കുപ്പേരിക്കാവ് അമ്പലം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് വന്നിട്ടുള്ള സാധനം കയ്യോടെ വാങ്ങുകയാണ് കേട്ടോ ലാലുവേട്ടൻ. അങ്ങനെ ലാലുവേട്ടൻ അവിടെ എഴുതി എന്തൊക്കെയോ സൈൻ ചെയ്ത് ഒപ്പല്ലിട്ട് സാധനമൊക്കെ വാങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. കമ്പനിന്ന് നമ്മുടെ ദീപാവലി ഗിഫ്റ്റ് വീട്ടിൽ പോയി ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ സാധനമൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന വഴിക്കാണ് യാൻലിയക്ക്, അതായത് നമ്മുടെ വാവക്ക് ഒരു ഫീഡിങ് ബോട്ടിൽ വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയുള്ള അടുത്തുള്ള ഒരു കടയിൽ കയറി ഫീഡിങ്ങിന് ഒരു ബോട്ടിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മോഡൽസ് അവരെടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അത് ഏതെടുക്കണമെന്ന് ഫുൾ കൺഫ്യൂഷനിലാണ്. എന്നാൽ അവസാനം തപ്പി ഒന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പിന്നും വേറെ കാണിച്ചു തന്ന്. അപ്പോൾ എനിക്ക് ഫുൾ കൺഫ്യൂഷനായിട്ടോ. അപ്പോൾ അവസാനം എങ്ങനെയല്ലോ ഒന്ന് എടുത്ത് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയിട്ട് ഇത് തുറന്ന് നോക്കേണ്ട ചിന്തയായിരുന്നു കേട്ടോ. എനിക്ക് ഏകദേശം തോന്നിയതൊരു ബാഗാണെന്നാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പൊളിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പൊളിച്ച് നോക്കിയ സമയത്ത് എൻ്റെ ഊഹം കറക്റ്റായിരിക്കുന്നു. അതൊരു ബാഗ് തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ ലാലുവേട്ടൻ്റെ കമ്പനി ലാലുവേട്ടന് ദീപാവലി ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുത്തിട്ടുള്ള ബാഗാണ്. അതായത് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബാഗാണ് കേട്ടോ അവർ അയച്ചു കൊടുത്തിട്ടുള്ളത്. ആ ബാഗിൻ്റെ കൂടെ തന്നെ ഒരു വിഷിംഗ് കാർഡ് കൂടി ഉണ്ടായിരുന്നു. ദീപാവലി വിഷിംഗ് കാർഡ് എന്ന് പറഞ്ഞ സമയത്താണ് ഓർമ്മ വന്നത്. ദീപാവലി ഇതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദീപാവലി ആശംസകൾ കേട്ടോ. അപ്പോൾ ബാഗ് ഞാൻ ഓപ്പൺ ചെയ്ത് ഞാനിതാ ജസ്റ്റ് ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ സൈസ് അനുസരിച്ച് ബാഗിന് ഇത്തിരി വലുപ്പം കൂടുതലായിരുന്നു. പക്ഷേ ലാലുവേട്ടൻ അത് കറക്റ്റായിരിക്കും. ഈ വിഷിംഗ് കാർഡ് കാണുന്ന സമയത്ത് പണ്ട് സ്കൂളെ കാലഘട്ടമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതായത് ക്രിസ്മസിനൊക്കെ നമുക്ക് ഇങ്ങനെ കാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു അല്ലേ, വിഷിംഗ് കാർഡൊക്കെ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ ഇതാണ് കേട്ടോ യാലിയേക്ക് വാങ്ങിയ ഫീഡിങ് ബോട്ടിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.